മാസങ്ങളായി ശമ്പളം ലഭിക്കാതെ ദുരിതത്തിലായ സൗദി യോജർ കമ്പനിയിലെ തൊഴിലാളികൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. ഇന്ത്യൻ എംബസി, കമ്മ്യൂണിറ്റി വെൽഫെയർ വളണ്ടിയർമാരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ചേർന്നാണ് ക്യാമ്പുകളിൽ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്തത്. ഇന്ത്യക്കാർക്ക് പുറമെ ക്യാമ്പിൽ കഴിയുന്ന ഏതാനും ബംഗ്ലാദേശ്, പാകിസ്ഥാൻ പൗരന്മാർക്കും ഭക്ഷണ കിറ്റുകൾ കൈമാറി. ലേബർ, മെയിൻ്റനൻസ് തൊഴിലാളികളാണ് ഇവിടെ കഴിയുന്നവരിലേറെയും. രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിൽ നിർമ്മാണ പ്രവൃത്തികളിൽ പങ്കെടുക്കുകയും പദ്ധതി പൂർത്തിയായതോടെ റിയാദിൽ മടങ്ങിയെത്തിയവരും ക്യാമ്പിലുണ്ട്. നിരവധി മലയാളികൾ സൗദി യോജറിന്റെ റിയാദ് റീജിയണിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അവർ കുടുംബസമേതം പുറത്തു താമസിക്കുന്നവരാണ്. ഇവർ ഓഫീസ് ജീവനക്കാരോ എഞ്ചിനീയറിംഗ് കാറ്റഗറിയിൽ ജോലി ചെയ്യുന്നവരോ ആണ്. ഇവരിൽ പലരും ശമ്പളം ലഭിക്കാതായതോടെ ജൂൺ മുതൽ കുട്ടികളുടെ പഠനം നാട്ടിലേക്ക് മാറ്റി. കുടുംബത്തെ 1 വർഷം കാലാവധിയുള്ള റീ എൻട്രി വിസയിൽ കേരളത്തിലേക്ക് മടക്കി അയക്കുകയും ചെയ്തു. മറ്റു ചിലർ ജോലി സുരക്ഷിതത്വം ഉറപ്പുവരുത്തി മറ്റു കമ്പനികളിലേക്ക് സ്പോൺസർഷിപ്പ് മാറി. റിയാദിലുള്ള 2 ക്യാമ്പുകളിൽ ഭക്ഷണം മുടങ്ങാതിരിക്കാനുള്ള മുഴുവൻ മുൻകരുതലുകളും എംബസിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. എംബസി ഉദ്യോഗസ്ഥരോടൊപ്പം മലയാളികളായ വളണ്ടിയർമാരാണ് ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്നത്. നസ്രുദ്ദീൻ VJ, റിപ്പോർട്ടർ, റിയാദ്.